Watch full episodes on Jio Hotstar. മോട്ടു രക്ഷിക്ക്. എന്റെ കൂട്ടുകാരനെ പിടിക്കുവല്ലേ? ഇപ്പോഴാണ് കറക്റ്റ് ആയിട്ട് എന്റെ കയ്യിൽ വന്ന് പെട്ടത്. ഓ, ഇവന്മാരെ അനക്കൗണ്ടസിന്റെ മുമ്പിലേക്ക് കൊണ്ടിട്ടേക്ക്. വലിയേട്ടാ, എന്റെ അവസാനത്തെ ആഗ്രഹമെങ്കിലും ഒന്ന് സാധിച്ചു തരൂ. എനിക്കിപ്പോ സമൂസ കഴിക്കാൻ തരുവാണെങ്കിൽ വളരെ നന്നായിരുന്നേനെ. പാമ്പിന്റെ വയലിട്ട് പോകുന്ന സമയത്താണോ സമൂസ കഴിക്കാൻ പോകുന്നത്? ആരുടെയെങ്കിലും അടുത്ത് സമൂസ ഉണ്ടെങ്കിൽ ഇവര് കുറച്ച് കൊടുക്കേ. എന്റെ അടുത്ത് കുറച്ച് ഇരിപ്പുണ്ട്. മോട്ടു ചേട്ടാ നോക്കേ, നല്ല ചൂട് സമൂസയാ. സമൂസേ നല്ല രസമുണ്ട്. ഒത്തിരിയായി. എറിഞ്ഞേക്ക് ഇവന്മാരെ അനക്കൗണ്ടയുടെ മുമ്പിലേക്ക്. പത്തലു വിടരുത് അവന്മാരെ. ഞങ്ങള് വെറുതെ വിടില്ല. ഇനി ഞാൻ വിടൂല. മോട്ടു സൂക്ഷിച്ച്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഇവന്മാർ എന്റെ ആൾക്കാരെ തന്നെ ഇത്ര അധികം ബുദ്ധിമുട്ടിക്കുന്നു. ഇങ്ങനെയാണെങ്കിൽ എനിക്ക് ഇവിടുന്ന് ഓടിയേ പറ്റൂ. അതെ, ഇതെന്താണ് ചെയ്യുന്നത്? ഡോക്ടർ ഡിസ്ട്രോയർ തോൽക്കാറില്ല, തോൽപ്പിക്കാറേ ഉള്ളൂ. അവിടെ നിൽക്കൂ. അവിടെ നിൽക്കാൻ, അവിടെ നിൽക്കാൻ. മോട്ടു അവൻ പറന്നുപോയി. അവനെ പിടിക്ക്. വാ വാ, കോഹിനൂർ വേണം അല്ലയോ? കാണിച്ചു തരാം. അല്ല, ഇതെന്താ? അയ്യോ അയ്യോ, എന്റെ രത്നം ഇല്ല. കോഹിനൂർ അതാ വാലി വീഴാൻ പോകുന്നു. മോട്ടു അത് പോയി പിടിക്ക്. ഡോക്ടർ ജട്ക തുറന്നു കൊടുക്കേ. നമുക്ക് പോകാം. അയ്യോ, അത് കൈവിട്ട് പോയല്ലോ. ഇതെങ്ങനെ സംഭവിച്ചു? ഇനിയിപ്പോ എന്താ ചെയ്യാ?
രത്നം അനക്കോണ്ടയുടെ വയറ്റിലേക്ക് പോയല്ലോ. നോക്കി എന്റെ ചങ്കേ, നമ്മുടെ അടുത്ത് ഇപ്പോ 2 ഓപ്ഷൻസ് മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് ഓപ്ഷൻ എന്തെന്ന് വെച്ചാൽ അനക്കോണ്ടിയുടെ വയറ്റിനകത്ത് പോയി ഡയമണ്ട് കൊണ്ടുവരണം. അടുത്ത ഓപ്ഷൻ എന്തെന്ന് വെച്ചാൽ ഡയമണ്ട് വയറ്റിൽ നിന്ന് പുറത്ത് വരുന്നവരെ നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്യണം. അതൊക്കെ ശരിയാണ്. ആനക്കൊണ്ടയുടെ വയറ്റിനകത്ത് രത്നം പോയി കഴിഞ്ഞാൽ ആരെങ്കിലും ആനക്കൊണ്ടയുടെ അകത്ത് പോയിട്ട് രത്നം എടുത്തോണ്ട് വരാൻ പറ്റുമോ? അതെ, ഗസീട്ടാറാമനല്ലേ എല്ലാ കാര്യത്തിലും 20 വർഷം അനുഭവമുള്ളത്. എങ്കിൽ ഇയാള് തന്നെയാണ് ആ അനക്കോണ്ടയുടെ വയറിനകത്ത് ചെന്ന് രത്നം എടുക്കുവാനുള്ള പറ്റിയ ആള്. പൊളിച്ചെടുത്തല്ലോ. എനിക്ക് അനക്കൊണ്ടയെ കണ്ട് ഓടി രക്ഷപ്പെടുന്നതിൽ 20 കൊല്ലത്തെ അനുഭവം ഉണ്ടട്ടാ. അല്ലാതെ അതിന്റെ വയറ്റിനകത്തേക്ക് പോയി ഇരിക്കുന്നതല്ല. ഡോക്ടർ ജഡ്ക, എന്നാ പിന്നെ നിങ്ങൾ എന്തെങ്കിലും ചെയ്യേ. തീർച്ചയായിട്ടും ഞാൻ ചെയ്യാം. മോട്ടു എന്റെ ചങ്കേ, ഇതാ നോക്ക്, ഈ കെമിക്കൽ ഞാൻ സ്പ്രേ ചെയ്യാം. ഇതിൽ റെഡ് ആൻഡ് ഗ്രീൻ ലിക്വിഡ് ഉണ്ട്. ഇതിനു ശേഷം നിന്റെ ദേഹം കല്ല് പോലെ ഭയങ്കര സ്ട്രോങ് ആവും. മോട്ടു, അനക്കോണ്ടിന്റെ വയറ്റിനകത്ത് പോയാലും നിനക്കൊന്നും സംഭവിക്കില്ല. ചെല്ല്, പോയി ഡയമണ്ട് എടുത്തിട്ട് വാ മോട്ടു. ഒരു മിനിറ്റ്, നീ ഒന്ന് ക്ഷമിക്ക്. ആദ്യം നീ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്ക്, നിന്റെ ബോഡി സ്ട്രോങ് ആണോ അല്ലേ ഒന്ന്. ആ ശരിയാണ് പത്തലു, ഇപ്പൊ തന്നെ ചെക്ക് ചെയ്ത് കളയാം. വല്ലാണ്ട് വേദനിക്കുന്നേ. നിങ്ങളുടെ മരുന്ന് ശരിയല്ല, അത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. അതൊന്നും അല്ല മോട്ടു, നീ മറ്റൊരു കാല് കൊണ്ട് ചവിട്ടി നോക്ക്. ചിലപ്പോൾ ഈ മരുന്ന് വർക്ക് ചെയ്യാൻ കുറച്ച് സമയം എടുക്കുമായിരിക്കും. അതെ, ഓക്കേ. ശരി മോട്ടു, നീ വിഷമിക്കണ്ട. നീ നിന്റെ കൈ കൊണ്ട് തല്ലി നോക്ക്. ചിലപ്പോ നിന്റെ ഹാൻഡ്സിൽ ആ പവർ വന്നിട്ടുണ്ടാവല്ലോ. എങ്കിൽ ശരി. എന്താ ഡോക്ടർ ജഡ്ക, എന്തിനാ എന്നോട് ഇങ്ങനെ പകരം വീട്ടിക്കൊണ്ടിരിക്കുന്നത്? വലിയേട്ടാ, വരൂ വരൂ, എന്റെ കൂടെ വരൂ. എനിക്ക് നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ശരി മോട്ടു, എന്താ കാര്യം പറ. വരൂ വരൂ, ആ സൈഡിലോട്ട് മാറി നിൽക്കാം. അയ്യോ മോട്ടു, അതല്ലേ, വേണ്ട മോട്ടു, എന്നെ വിട്ടേക്ക്. സോറി മോട്ടു, ഞാൻ മറന്നുപോയി. ഇത് റെഡ് ആൻഡ് ഗ്രീൻ സ്പ്രേ അല്ലേ? ഞാൻ റെഡ് മാത്രമേ നിന്റെ ദേഹത്ത് സ്പ്രേ ചെയ്തുള്ളൂ, ഗ്രീൻ ചെയ്യാൻ മറന്നുപോയി. ഇപ്പൊ അവിടെ ഒരു റോക്ക് കാണുന്നില്ലേ? നീ അത് പോയി തല്ലി നോക്കും മോട്ടു. അയാളുടെ അടുത്തേക്ക് കൊണ്ടുപോകൂ എന്നെ. ഓക്കെ ബോസ്. അയ്യോ, ഇതെന്തെന്നാ വരുന്ന അച്ഛാ? നീ എന്റെ അമ്മയുടെ ശത്രു എന്തിനാണ് ആകുന്നത്? എന്ത്, നിന്റെ മമ്മിയുടെ ശത്രുവോ? അതിന് നിന്റെ മമ്മീനെ ഞാൻ ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ലല്ലോ. എന്റെ അമ്മ ഒത്തിരി വയസ്സായ സ്ത്രീയാ, ഒത്തിരി അസുഖങ്ങളുമുണ്ട് അവർക്ക്. അവരുടെ അവസാനത്തെ ആഗ്രഹമായിരുന്നു കോഹിനൂർ ഡയമണ്ട് കാണുക എന്ന്. അതുകൊണ്ടാണ് ഞാൻ ഈ കോഹിനൂർ ഡയമണ്ട് ഒന്ന് കാണിച്ചിട്ട് പെട്ടെന്ന് കൊണ്ടുതരാം നിങ്ങൾക്ക്. എന്റെ അമ്മയുടെ അവസാനത്തെ ആഗ്രഹം എനിക്ക് സാധിക്കാതെ പോകുമല്ലോ എന്ന് ഓർക്കുമ്പോ വിഷമം. ഞാൻ ഒത്തിരി മോശമായ ഒരു മകനാണ്. ഞാൻ ഒത്തിരി മോശമായ ഒരു മോനാണ്. കരയരുത്, കരയരുത്. മമ്മി, ഡോക്ടർ ഡിസ്ട്രോയർ, എനിക്കറിയില്ലായിരുന്നു നിന്റെ മമ്മിക്ക് വേണ്ടിയാണ് നീ രത്നവും കൊണ്ടുപോകുന്നതെന്ന്. സോറി. മമ്മിയുടെ ആഗ്രഹം എപ്പോഴും സാധിച്ചു കൊടുക്കണം. ഇന്ന്
രത്നം കൊണ്ടുപോയിക്കോ. എന്നിട്ട് മമ്മിയെ കാണിച്ചിട്ട് തിരിച്ചു കൊണ്ടുവന്നു. ഓക്കേ. നീ ഒത്തിരി നല്ലൊരു മനുഷ്യനാണ്. ഒരു പക്ഷേ ഇവിടത്തെ എല്ലാ ആൾക്കാരും നിന്നെ പോലെ നല്ലവരായിരുന്നെങ്കിൽ നിന്നെ പോലൊരു മനുഷ്യനെ ഈ ലോകത്തിൽ കാണാൻ സാധിക്കില്ല. എന്റെ അമ്മയ്ക്ക് ഈ കോഹിനൂർ ഡയമണ്ട് കാണിച്ചിട്ട് ഞാൻ ഉടനെ തിരിച്ചു വരാം കേട്ടോ. ബൈ 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 ബൈ. അതേ മോട്ടു, ഇവിടെ ഇപ്പൊ എന്താണ് സംഭവിച്ചുകൊണ്ടിരുന്നത്? അവൻ എന്തിനാ നിന്നെ കെട്ടിപ്പിടിച്ച് സ്നേഹം കാണിച്ചത്? അവന്റെ അമ്മയ്ക്ക് നല്ല സുഖമില്ല. അവർക്കാണെങ്കിൽ നല്ല പ്രായമുണ്ട്. അവരുടെ അവസാനത്തെ ആഗ്രഹം മാത്രമേ കോഹിനൂർ രത്നം കാണണമെന്ന്. അതുകൊണ്ടായിരുന്നു ആ പാവ മനുഷ്യൻ ഇത്രയും കാലം രത്നം മോഷ്ടിച്ചു കൊണ്ടിരുന്നത്. പക്ഷെ ഞാനൊരു വില്ലനായി മാറി അവന്റെ ആഗ്രഹങ്ങളൊക്കെ തവിട് പൊടിയാക്കി. അതുകൊണ്ട് ഞാനാണ് അവന് രത്നം കൊടുത്തത്. അവൻ ആ രത്നം അവന്റെ അമ്മയെ കാണിച്ചിട്ട് തിരിച്ചു കൊണ്ടുവന്ന് തരും. അതേ മോട്ടു, 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 ഞാനിനി എന്താണ് ചെയ്യേണ്ടത്? അവൻ നിന്നെ ചീട്ട് ചെയ്തിട്ട് പോയിരിക്കുകയാണ്. എന്റെ ചങ്കെ മോട്ടു, നിന്നെ ഞങ്ങൾ വെറുതെ വിടില്ല. എനിക്കിപ്പോ മനസ്സിലായി. എന്നെ അടിക്കല്ലേ, വേണ്ട. മോട്ടു, ഇത് നോക്ക്. എനിക്ക് അവിടുന്ന് ഡോക്ടർ ഡിസ്ട്രോയറിന്റെ ഒരു ഫ്രണ്ടിന്റെ ഫോണ് കിട്ടി. ഇതിൽ അവസാനത്തെ മെസ്സേജ് ഡോക്ടർ ഡിസ്ട്രോയറിന്റെയാണ്. ഇതിൽ എഴുതിയിരിക്കുകയാണ്, നമ്മുടെ അകത്തുള്ള വെളിച്ചം നമ്മൾ ഉണർത്തണമെന്ന്. വെറുതെ കിടന്ന് ഉറങ്ങിയാൽ ഒന്നും നടക്കില്ല. അല്ലെങ്കിൽ ജീവിതകാലം മുഴുവനും ഏതെങ്കിലും വാലിയില് ട്വിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. എനിക്ക് തോന്നുന്നത് ഇത് വല്ല കോഡ് മെസ്സേജ് ആയിരിക്കും. പത്രോ, നീ വന്നേ, നമുക്ക് ഇതിനെ ഡീകോഡ് ചെയ്യാം. സോറി കൂട്ടുകാരെ, വെരി സോറി. എന്റെ ഭാഗത്തു നിന്നാണ് എല്ലാ തെറ്റുകളും സംഭവിച്ചത്. എനിക്കൊരിക്കലും എന്നെ ക്ഷമിക്കുവാൻ പറ്റില്ല. പാവം ചങ്ക് നല്ലോണം വിഷമിച്ചെന്നാ തോന്നുന്നത്. ഈ മെസ്സേജിന്റെ അർത്ഥം എന്തായിരിക്കും? ഉള്ളിലുള്ള വെളിച്ചം ഉണർത്തുക എന്നൊക്കെ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാലിയിൽ ട്വിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമെന്നോ? ബോസ്, നമ്മൾ എത്ര നേരം ഇവിടെ നിൽക്കാൻ പോകുന്നേ? ഓഹോ, എവിടെയാണ് എന്റെ സ്പെഷ്യൽ പ്ലെയിൻ? എന്റെ സ്പെഷ്യൽ പ്ലെയിൻ എന്തുകൊണ്ടാണ് ഇത്ര നേരം വരാഞ്ഞത്? പെട്ടെന്നാകട്ടെ, 1 മിനിറ്റിനകം എന്റെ സ്പെഷ്യൽ പ്ലെയിൻ ഇവിടെ ഉണ്ടാവണം. എവിടെയായിരിക്കുന്ന എന്റെ സ്പെഷ്യൽ പ്ലെയിൻ? അത് ബോസ്, എനിക്ക് വന്നേ, അത് കണ്ടില്ലേ? അത് നല്ല മനുഷ്യൻ ആടെ നിൽക്കുന്നു, ദാ അവിടെ. ഹലോ മോട്ടു, ഇവിടെ നോക്ക്. ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? മോട്ടു, ഇവിടെ ഇവിടെ ഇങ്ങോട്ട് നോക്ക്. മോട്ടു, മോട്ടു. ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? അതിന്റെ അകത്ത് പോയിരിക്കും. എന്തിനാണ് ബോസ്? പത്തുലു, ഞാനിപ്പോ ഡോക്ടർ ഡിസ്ട്രോയിനെ അവിടെ കണ്ടു. അവന്റെ നമ്മുടെ മുമ്പിലുള്ള ടവറിലുണ്ട്. നീ കോഡ് ഡീകോഡ് ചെയ്തോ? ഞാൻ ഇപ്പൊ തന്നെ ചെന്ന് അവനെ പിടിക്കുന്നതാണ്. മോട്ടു, താഴേക്ക് നോക്ക്. വേഗം ലിഫ്റ്റിൽ പോയി അവനെ പിടിക്കാൻ ശ്രമിക്ക്. ഞാൻ ഇപ്പൊ തന്നെ വരാം. ശരി പത്തുലു. നിക്ക മോട്ടു, ഞങ്ങൾ നിന്നോടൊപ്പം വരാം. ഞാൻ വരുന്നുണ്ടേ. വരൂ. അമ്മയെന്ന് പറഞ്ഞാണ് അവൻ ആ രത്നം എന്റെ അടുത്തുനിന്ന് വാങ്ങിച്ചത്. പിടിക്കാം. നിൽക്കുന്നു ഡെസ്ട്രോയർ. പൊളിച്ചെടുത്തല്ല, അവനെ പിടിക്കണം. കേട്ടോ, അവര് സ്റ്റെപ്പിൽ കൂടെ ടെറസിലേക്കാണ് പോകുന്നത്. എന്റെ അമ്മ പുറത്തേക്ക് പോകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അകത്തേക്ക് കേറ്. നമുക്ക് ലിഫ്റ്റിൽ പോകാം. ബോസ്, അങ്ങയുടെ സ്പെഷ്യൽ പ്ലെയിൻ എപ്പോഴാണ് വരുന്നത്? എന്താ ഇത്ര വൈകുന്നേ? ഏയ്, ഞാൻ ആ ഡോക്ടർ ഡെസ്ട്രോയറിനെ ഒരിക്കലും വെറുതെ വിടില്ല. എവിടെയാണ് എന്റെ സ്പെഷ്യൽ പ്ലെയിൻ? ഇവിടെ, ഇവിടെ. ഇവിടെയാണ്. ഇവന്മാർ ഇവിടെ വന്നോ? ഓടിക്കോ. അവിടെ നിൽക്കേ. ബോസ്, നമുക്ക് കേറാം. പെട്ടെന്ന് കേറ് ബോസ്. സ്റ്റോപ്പ് ഡോക്ടർ ഡെസ്ട്രോയർ. സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ.
ബൈ. മോട്ടു അതെ, നിനക്ക് എത്ര ദൂരം ഇങ്ങനെ ഓടാൻ പറ്റും? ഒരു കാര്യം കേൾക്കണോ? ആ മെസ്സേജ് ഞാൻ ഡീകോഡ് ചെയ്തു. ഒരു മിനിറ്റ് പത്ലു, അതിനു മുന്നേ ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ചെയ്യാനുണ്ട്. എവിടെ നോക്കിയാ വെടിവെക്കുന്ന ചിങ്കം സാർ? സോറി റിയലി സോറി. ഇതുവരെ സംഭവിച്ചതെല്ലാം മറന്നേക്കേ, എന്നിട്ട് സ്വന്തം നമ്മുടെ ഉള്ളിലുള്ള വെളിച്ചം ഉണർത്താൻ നോക്ക്. അല്ലെങ്കിൽ ആ സ്ലീപ്പിംഗ് വോൾക്കനോ വാലിയില് നിങ്ങൾ ഡാൻസ് കളിച്ചുകൊണ്ടേയിരിക്കും. അതായത് വാലി ഓഫ് ട്വിസ്റ്റേഴ്സ്. ഞാൻ ചെക്ക് ചെയ്തതാ, വാലി ഓഫ് ട്വിസ്റ്റേഴ്സില് ഒരു സ്ലീപ്പിംഗ് വോൾക്കനോ ഉണ്ട്. അത് ഒരുപാട് കാലങ്ങളായി ഉറങ്ങിക്കിടക്കുകയാണ്. പക്ഷെ ഞാൻ കേട്ടത് ഈ ഇടയ്ക്കായിട്ട് അതിൽ നിന്നും പുക വരാൻ തുടങ്ങിയിട്ടുണ്ടെന്നാണ്. അവിടെ എന്തോ സംഭവിക്കാൻ പോകുന്നതാണ് തോന്നുന്നത്. അതിനു മുമ്പ് നമുക്ക് എന്താന്ന് പോയി നോക്കിയിട്ട് വരാം. വരൂ, വേഗം പോകാം. അതാണ് സ്ലീപ്പിംഗ് വോൾക്കാനോ. അത് പല വർഷമായി മയക്കത്തിലാണ്. പക്ഷെ ചില സമയത്ത് അതിൽ നിന്നും പുക വരാറുണ്ട്. അതുകൊണ്ടാണ് അങ്ങോട്ടേക്ക് പോകണ്ടെന്ന് പറഞ്ഞത്. അല്ല, ട്രെയിൻ ഉപയോഗിച്ച് അതിന്റെ അടുത്തേക്ക് പോകാൻ പറ്റില്ല എന്നുള്ളത് ശരി തന്നെ. എന്നാൽ ഹെലികോപ്റ്റർ ഉപയോഗിച്ച് അതിന്റെ അടുത്തേക്ക് പോകാമല്ലോ. ഇവിടെ പെട്ടെന്നാണ് ട്വിസ്റ്റേഴ്സ് ഉണ്ടാകുന്നത്. ഈ പരിസരത്തേക്ക് ഏതെങ്കിലും പ്ലെയിൻ വന്നാൽ അത് ക്രാഷ് ആയി പോകും. അതുകൊണ്ടാണ് ഇവിടേക്ക് വരാൻ ടോയ് ട്രെയിൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് നോക്ക്, ആ കാർ ആ ഭാഗത്തേക്കാണ് പോകുന്നത്. വാ, നമുക്ക് അങ്ങോട്ട് പോകാം. വേണ്ട, അവിടേക്ക് പോകണ്ട, അപകടമാണ്. ആപത്തുണ്ടെങ്കിൽ അവര് പോകില്ലല്ലോ. വരൂ ഫ്രണ്ട്സ്, നമുക്കും പോകാം. നമുക്ക് പോകാം. ഡ്രൈവർ, വേഗം വണ്ടി എടുക്ക്. ഇനി എന്താ ചെയ്യുക? ഇവരങ്ങ് പോയി പെടാതെ നിന്നാ മതിയായിരുന്നു. ബോസ്, കുറച്ച് ടൂറിസ്റ്റുകാർ നമ്മുടെ പുറകെ വരുന്നുണ്ട്. വരട്ടെ. ഇനിയിപ്പോ പോലീസ് പുറകെ വന്നാൽ ഈ ടൂറിസ്റ്റ് നമ്മൾക്ക് ഗുണം ചെയ്യും. ഹലോ സർ, ഈ ട്രെയിൻ മേലേക്കാണോ പോകുന്നത്? ഞങ്ങളും ഇതിൽ വന്നോട്ടെ? Yes, you are most welcome to join us at your own risk. ഇത് ഡോക്ടർ ഡിസ്ട്രോയറിന്റെ കാറല്ലേ? അല്ല, ഇവന്മാർ ഇവിടെ വന്നാ വരട്ടെ, എന്താണെന്ന് നോക്കാം. അവിടെ നിൽക്കേ. മോട്ടു, അത് നോക്ക്, അവര് ട്രെയിൻ എടുത്തുകൊണ്ട് മുകളിലേക്ക് പോവാണ്. അവരുടെ കൂടെ ടൂറിസ്റ്റും ഉണ്ട്. വേഗം വരൂ. ടൂറിസ്റ്റുമാർക്ക് അറിയില്ല ഡോക്ടർ ഡിസ്ട്രോയിഡ് ഒരു വില്ലനാണെന്നുള്ള കാര്യം. പൊളിച്ചെടുത്തല്ലോ. വന്നേ പോവാം. നിക്കേ. ഡോക്ടർ ജട്ക, വേഗം വരൂ. On the floor, baby. Hit it hard, baby. Rock the body, baby. On the floor, baby. ബോസ്, അവന്മാര് ട്രെയിനിന്റെ മുകളിൽ കൂടെ നടന്ന് നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അവന്മാർക്ക് താഴേക്കുള്ള വഴി കാണിച്ചു കൊടുക്കും. ഓടി വാടാ, ബോസ് പറഞ്ഞിട്ടുണ്ട്. തകർത്തു മോട്ടു. മോട്ടു,
ടു. ഒന്നിന് ടൂറിസ്റ്റിനെ രക്ഷപ്പെടുത്ത്, അല്ലെങ്കിൽ എന്റെ പുറകെ വാ. 2 വഴിയേ ഉള്ളൂ. ബൈ. Watch India's largest kids library only on Jio Hotstar. Download the app now.